അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൊട്ടടുത്ത 6-ാം വർഷത്തിൽ അവിടേക്ക് ഒരു ഉംറക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. നേരത്തെ അവരാട്ടിയോടിച്ച മക്കയിലേക്ക് തിരിച്ചൊരു ഉംറക്ക് പോകാൻ നബി തീരുമാനിക്കുകയാണ്. 1500 പേരെയുമായി നുബുവത്തിന്റെ 6-ാം കൊല്ലം, ഹിജ്റയുടെ 6-ാം കൊല്ലം അള്ളാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് തിരിച്ചു പോകുന്നു. എന്നാൽ ആ സമയത്ത് ജിദ്ദ കഴിഞ്ഞ് കുറച്ചപ്പുറത്തുള്ള ഒരു പ്രദേശമാണ് ഹുദൈബിയ, ഹറമിന്റെ അതിർത്തിയാണ്. ആ അതിർത്തിയിൽ വന്ന് ഖുറൈശികൾ തടഞ്ഞു, ഹറമിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. അവര് പറഞ്ഞു ഒരു കാരണവശാലും ഉംറ ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ പല ആളുകളും വന്നുപോയി, ചർച്ചകൾ തുടർന്നു. ഒടുവിൽ ഈ വർഷം ഉംറ ചെയ്യാതെ തിരിച്ചു പോകണമെന്ന തീരുമാനത്തിലെത്തി. മഹാന്മാരായ സ്വഹാബത്ത് വളരെ പ്രയാസപ്പെട്ടു. അള്ളാഹുവിന്റെ ഹബീബ് ആ കരാറിന് വേണ്ടി തയ്യാറെടുത്തു. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട സമാധാന കരാറാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന കരാർ. ആ കരാറിന്റെ ഭാഗമായി പല വ്യവസ്ഥകളും പ്രത്യക്ഷത്തിൽ പ്രയാസമുണ്ടാക്കുന്നതായിരുന്നുവെങ്കിലും അതിലൊക്കെ ആത്യന്തികമായി ഉണ്ടായിരുന്ന ഒരു നന്മ എന്താ? 10 വർഷത്തേക്ക് യുദ്ധം നിർത്തിവെക്കുന്നു എന്നതാണ്. സമാധാനപ്രിയനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് മാത്രം മതിയായിരുന്നു. യുദ്ധമില്ലാത്തൊരു 10 വർഷം കിട്ടിയാൽ നമുക്ക് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ശാന്തമായി നടത്താലോ. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് മുത്തുനബി തങ്ങൾ ആ കരാറിന് മുൻകൈയെടുത്തു. അങ്ങനെ ആ വർഷം ഉംറ ചെയ്യാതെ മടങ്ങിപ്പോന്നു. അടുത്ത വർഷം ഉംറ ചെയ്യാൻ വേണ്ടി വ്യവസ്ഥ ചെയ്തു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പോരുന്നത്. ഇതാണ് ഹുദൈബി സന്ധ്യ നടന്നിട്ടുള്ള ഹിജ്റയുടെ 6-ാമത്തെ വർഷം എന്ന് പറയുന്നത്. ആ 6-ാമത്തെ വർഷം കഴിഞ്ഞ് 7-ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറത്തുൽ ഖളാ എന്ന് പറയുന്ന ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അന്ന് 2000 പേരെയുമായിട്ടാണ് പുറപ്പെട്ടത്. നേരത്തെ തീരുമാനിച്ച വ്യവസ്ഥ അനുസരിച്ച് 3 ദിവസം മക്ക പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇതൊരു വലിയ വിജയമാണ്. അന്ന് ശത്രുക്കളെല്ലാം മാറി നിന്നു. എന്നാൽ പലരും ഈ വിശ്വാസികളെ കാണാൻ, അവരെ ഹജ്ജ് കർമ്മങ്ങളെ നിരീക്ഷിക്കാൻ മലമുകളിൽ കയറി നിന്ന് നിരീക്ഷണം നടത്തി. അച്ചടക്കമുള്ള അനുയായികളായി ഈമാനിന്റെ ആവേശത്തോടുകൂടി അവർ ഹജ്ജ് ചെയ്യുന്നത് കണ്ടപ്പോൾ പലരുടെയും മനസ്സിന് ഇളക്കം തട്ടി. ആ കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ് സയ്യിദുനാ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചെറുപ്പക്കാർ. അങ്ങനെ ആ ഉംറ നിർവഹിച്ച് അള്ളാഹിന്റെ ഹബീബ് കരാറ് പൂർണ്ണമായും പാലിച്ച് തിരിച്ചുപോയി. ശാന്തമായ ഹിജ്റയുടെ 7-ാമത്തെ കൊല്ലം മുത്തുനബി സമീപ രാഷ്ട്ര നേതാക്കന്മാർക്കെല്ലാം ദീനീ ദഅവത്തിന്റെ ഭാഗമായി കത്തയക്കാൻ വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത്. സമാധാനമുണ്ടായാൽ അതൊക്കെ നടത്തും. അതുകൊണ്ട് രാഷ്ട്ര നേതാക്കന്മാർക്ക് കത്തയക്കാൻ വേണ്ടി തീരുമാനിച്ചു. അംർ ഇബ്നു ഉമയ്യത്തുൽ അംരി എന്ന് പറയുന്ന മഹാനെ എത്യോപ്യയിലെ നജ്ജാശി രാജാവിനെ കൊള്ള കത്ത് കൊടുത്തയച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതുപോലെ ദിഹിയത്ത് ഇബ്നു ഖലീഫ എന്ന് പറയുന്ന മഹാനെ റോമിലെ കൈസർ രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അതേപോലെ അബ്ദുല്ലാഹിബ്നു ഹുദാഫ തങ്ങളെ പേർഷ്യയിലെ കിസ്റ രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഹാത്തിബിന് അബീ ബൽതഅത്തെ മുഖൗഖിസ് മിസ്റിലെ രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അംർ ഇബ്നുൽ ആസ് തങ്ങളെ ഒമാനിലെ രാജാക്കന്മാരെ സമീപത്തേക്ക് വിട്ടു. അലാ ഇബ്നുൽ ഹളറമി തങ്ങളെ അതാ മുൻദിർ ഇബ്നു സാവ എന്ന് പറയുന്ന ബഹ്റൈനിലെ രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഇങ്ങനെ പല നേതാക്കന്മാരെയും പലയിടത്തേക്കും അയച്ചു. അതിൽ നല്ലൊരു വിഭാഗം ആളുകൾ വളരെ നല്ല രീതിയിൽ പ്രവാചകന്റെ കത്തിനോട് പ്രതികരിക്കുകയും ചിലരൊക്കെ മുസ്ലിമാകുകയും മറ്റു ചിലർ മാന്യമായ സമ്മാനങ്ങൾ കൊടുത്തയച്ച് നല്ല നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ കിസ്റ രാജാവ് തട്ടിക്കയറുകയും ആ വന്ന ആളെ വളരെ മോശമായി കൈകാര്യം ചെയ്യുകയും ചെയ്തു. അത് കൊന്നുകളഞ്ഞു. അതിന് പകരം അള്ളാഹിന്റെ റസൂൽ ഒരു ദുആ നടത്തി. അല്ലാഹുമ്മ മസ്സിഖ്ഹു കുല്ല മുമസ്സഖ്, അദ്ദേഹത്തിന്റെ ഭരണത്തെ നീ ഛിന്ന ഭിന്നമാക്കണേ. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ആ ഭരണകൂടം തന്നെ പിന്നീട് ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങനെ ഈ വിധത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ നയതന്ത്രജ്ഞത തെളിയിക്കുന്ന വർഷമായിരുന്നു ഹിജ്റയുടെ 7-ാമത്തെ കൊല്ലം. ഇങ്ങനെ ഈ 7-ാമത്തെ കൊല്ലത്തിൽ മറ്റൊരു കാര്യത്തിനു കൂടി
അള്ളാഹിന്റെ പ്രവാചകർ നേതൃത്വം നൽകി. നേരത്തെ 5-ാം വർഷത്തിൽ മദീന വളഞ്ഞ 10,000 വരുന്ന അഹ്സാബ് യുദ്ധം, ഖന്തഖ് യുദ്ധത്തിന്റെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നേരത്തെ നാം സൂചിപ്പിച്ച ഖൈബറിലുള്ള ജൂത ഗോത്രങ്ങളായിരുന്നു. അവരാണ് അതിന് ചരട് വലിച്ചത്. അതുകൊണ്ട് തന്നെ മദീനയുടെ സമാധാനത്തിനു വേണ്ടി ഈ ഗോത്രത്തെ പാഠം പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹിന്റെ ഹബീബ് തീരുമാനിച്ചു. അങ്ങനെയാണ് 1400 പേരുമായി മുത്തുനബി ഖൈബറിലേക്ക് പുറപ്പെടുന്നത്. 10,000 സേനയുള്ള ഖൈബറിലെ പട്ടാളക്കാർ പ്രവാചകന്റെ വരവിൽ ഭയന്ന് അവരതാ ആദ്യം അവരുടെ താവളങ്ങളിൽ ഒളിച്ചു കഴിഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരോധം ഏർപ്പെടുത്തി. അവസാനം ഓരോരോ കോട്ടകളെയായി സ്വഹാബത്ത് കീഴടക്കി. ഒടുവിൽ മുറഹിബിന്റെ നേതൃത്വത്തിൽ അവരായുധമെടുത്ത് പോരാട്ടത്തിന് വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശക്തമായി തന്നെ നേതൃത്വം നൽകി അവരെ പരാജയപ്പെടുത്തുകയാണ്. മുറഹിബ് വളരെ ധീരനായിരുന്നു, ആരോഗ്യവാനായിരുന്നു. അയാൾ സർവായുധങ്ങളും കയ്യിലെടുത്തുകൊണ്ട് പോർക്കളത്തിലേക്ക് വന്നുകൊണ്ട് അയാൾ പ്രഖ്യാപിക്കുകയാണ്, قد علمت خيبر أني مرحب شاك الإله باطل مجرب إذا الهروب أقبلت تلهب. ഖൈബറിന്റെ ഓരോ മണൽ തരിക്കും അറിയാം ആരാണ് ഈ മുറഹിബ്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അലി റളിയല്ലാഹുവിനെ വെല്ലുവിളിച്ചപ്പോൾ അലി തങ്ങൾ പ്രതികരിച്ചത്, അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ കലൈസി ഗാബാത്തിൻ കരീഹിൽ മൻളറ ഉഫീഹിമു ബിസ്സായി കൈലസന്ദറ. ഈ അലി ആരാണെന്നറിയോ മുറഹിബ നിനക്ക്? എന്റെ ഉമ്മയെ എനിക്ക് പേരിട്ടത് ഹൈദർ, പുലി എന്നാണ്. അതുകൊണ്ട് നീ ഓർത്തോളണം, നീ വളരെ ഭയന്നോളണം. അതിനാൽ നീ ഒരു നായി കൊണ്ടാണ് ഇങ്ങോട്ടടിക്കുന്നതെങ്കിൽ ഞാൻ നിനക്കതാ ഒരു ഇടങ്ങഴി കൊണ്ട് തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് ശക്തമായി പ്രതികരിച്ചു. അങ്ങനെ അതാ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അവർ പരിപൂർണമായും പരാജയപ്പെട്ടു. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യം കൊണ്ട് അവരോട് പറഞ്ഞു, ഇനി മേലിൽ മദീനയെ നിങ്ങൾ ആക്രമിക്കാൻ കോപ്പുകൂട്ടരുത്. നിങ്ങൾ ഈ നാട്ടിൽ തന്നെ താമസിച്ചോളൂ. പക്ഷേ നിങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടവരെന്ന നിലക്ക് നിങ്ങളുടെ കാർഷിക വിളകളുടെ പകുതി ഗവൺമെന്റിൽ ഒടുക്കണം എന്ന നിർദ്ദേശം വെച്ചുകൊണ്ട് അവർക്ക് അവരെ നാട്ടിൽ തന്നെ നിൽക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പോകുകയായിരുന്നു. അപ്പൊ ഈ വിധത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾ മദീനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നപ്പോൾ അതിനൊക്കെ പ്രതിരോധിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മദീനയിൽ അള്ളാഹുവിന്റെ ഹബീബും പ്രവാചകന്റെ അനുയായികളും സുശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ശാന്തമായ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ കെട്ടിപ്പടുത്ത് അവിടെ നിന്നതാ ഇസ്ലാമിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾ സ്വഹാബത്തിന് പകർന്നു നൽകി. ഇനി അവർക്ക് ഓരോരോ വിഷയങ്ങളടക്ക് ദീനിന്റെ പരിപൂർത്തീകരണത്തിന്റെ പാഠങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ സക്കാത്ത് വന്നു, അതേപോലെ തന്നെ പെരുന്നാൾ വന്നു, മറ്റുള്ള ഇബാദത്തുകൾ ഓരോന്നോരോന്നായി പഠിപ്പിച്ചു. ഇനി പരിപൂർത്തീകരിക്കപ്പെടാനുള്ളത് പ്രധാനമായും ഹജ്ജ് കർമ്മമാണ്. അതിനുവേണ്ടിയുള്ള സമയം കാത്തിരിക്കുകയാണ്. അതിനു മുമ്പായി ആട്ടിയോടിക്കപ്പെട്ട, ഒരുപാട് പീഡനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള സ്വന്തം ജനിച്ച നാടിനെ പരിശുദ്ധ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ കാര്യവും കൂടി പ്രവാചകന്റെ ആലോചനയിലുണ്ട്. ഇൻഷാ അല്ലാഹു തആല നമുക്ക് ആ ഭാഗങ്ങളിലൂടെ നാളെ മുതൽ കടന്നു പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാനം വരേക്കും സ്പർശിക്കുന്ന വിധത്തിൽ നമുക്ക് നാളെ സംസാരിക്കണം.